ഹലോ സെബാസ്റ്റ്യൻ. ഓ, നിന്നെ ഇപ്പൊ മദ്രാസിലേക്കൊന്നും കാണാറില്ലല്ലോ. അതൊക്കെ ഞാൻ 2 കൊല്ലം മുമ്പേ വിട്ടില്ലേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ, നാട്ടിൽ തന്നെ കൂടാൻ. ശരിയെന്നാ. ഇടയ്ക്കൊക്കെ ഒരു മിസ് കോളെങ്കിലും വടിയടെ. ഓ ആ ഓക്കെ. എവിടെ ചെന്നാലും കുറെ സുഹൃത്തുക്കളെ കാണും. ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യം അതാ. സെബാസ്റ്റ്യൻ. ഹലോ. ഹലോ, മനസ്സിലായ? പിന്നെ ഇതാ എനിക്കറിയാം. വാ. അല്ല അല്ല എനിക്കറിയാം. ഞാൻ എപ്പോഴും പറയാറില്ല ഒരു സെബാസ്റ്റ്യൻ. ഇവനാ, ഇവനെന്താ സാധനം എന്നറിയാം. ഇരിക്കെ, ഇവൻ പഠിച്ച കള്ളനാ. പിന്നെ ഇതെന്റെ വൈഫാണ്. കണ്ടോ, പഴയ കാര്യം ഞാൻ ഏതാണ്ട് കയറി പറയുന്ന ഇവൻ ഭാര്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. നമുക്ക് ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചോളാം. ഇനി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓർഡർ ചെയ്യും. കഴിച്ചോ. ഇതെന്താ പറ്റി? വൈഫ് വെയിറ്റ് തന്നെ. ഞാനും ഞങ്ങളും കഴിച്ചോ. ബില്ല് ഞാൻ കൊടുക്കും. ഇത്രയും നേരം സംസാരിച്ചിട്ട് ഞാൻ ആരാണെന്ന് ഇവന് മനസ്സിലായിട്ടില്ല. എന്നെ തിരിച്ചറിയാൻ പാടില്ലാത്തൊരു സുഹൃത്ത് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, നീ അങ്ങനെ പറയരുത്. എങ്കിൽ പറ, ഞാൻ ആരാന്ന് പറ. നീ ആളെ പറടാ. നീ സാവുല്ലേടാ. മനസ്സിലാക്കി കളഞ്ഞല്ലോ. പിന്നെ സാബു തന്നെയാ. ഒരു കാര്യം ചെയ്യ്, ബില്ല് മാത്രം ആക്കണ്ട, ടിപ്പ് നീ തന്നെ കൊടുത്തോ. ഇതാ. ഓക്കെ, ശരി. അത് വേണ്ട, നീ തന്നെ കൊടുത്തു. ഇവനെ ഞങ്ങൾ രണ്ടുപേരോട് പണ്ട് ചായ കുടിക്കാൻ പോയപ്പോ ബില്ല് ഞാൻ കൊടുത്തിട്ട് ഒരാഴ്ച വേണ്ടിയില്ല. ബില്ല് സാബുവിനെ കൊടുത്തു. പിടിച്ചേ. ഇനി വഴക്ക് വേണ്ടേ വേണ്ട. അല്ലേ? എന്നാലും നീ എന്നെ നിന്റെ കല്യാണത്തിന് വിളിച്ചില്ല. ആര് പറഞ്ഞു കല്യാണത്തിന് കാർഡ് അയച്ചല്ലോ? ആര് പറഞ്ഞു കാർഡ് അയച്ചെന്ന്? എനിക്ക് കിട്ടിയില്ലല്ലോ. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അളിയാ, നീ പിണങ്ങല്ലേ? ശരി, സാബ് പണങ്ങുന്നില്ല. ഒരു കാര്യം ചെയ്യ്, കല്യാണത്തിന് ചെലവായിട്ട് ഈ ബില്ല് നീ തന്നെ കൊടുത്തോ. ഹാപ്പി ആയില്ലേ അളിയാ? മിസ്സോ, നീ ഹാപ്പി അല്ലേ? സാബു